എന്നെയും നടത്തുന്നതാ. നിൻ വഴിയിൽ നിത്യം ഞാൻ നടന്നിടുവാ. എന്നേശുവേ നീ എന്നെയും നടത്തുന്നതാ. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, വീണ്ടും അങ്ങയുടെ തിരുവചനവുമായി ഞങ്ങൾ കടന്നു വരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരപ്പെടണം. പ്രത്യേകാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ബുദ്ധിയിൽ ഗ്രഹിക്കുവാൻ സ്വർഗം ഞങ്ങളുടെ ബുദ്ധിയെ തുറന്നു തന്നാട്ട്. ഞങ്ങളുടെ കൃപയിൽ പൊതിഞ്ഞാട്ട്. ജീവൻ തന്ന യേശുദമ്പുരാൻ്റെ ശ്രേഷ്ഠകരമായ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ എപ്പിസോഡിൽ കൂടാരത്തിന് പണിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ നൂലുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുവാനിടയായി. സമാഗമന കൂടാരത്തിൽ പ്രധാനമായും 4 നൂലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ. ഈ നൂലുകളുടെ അർത്ഥങ്ങളും കഴിഞ്ഞ ദിവസം അല്പമായി ചിന്തിച്ചു. ഇനിയും ഈ നൂലുകൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്നതായ സമയത്ത് നമുക്ക് കൂടുതലായി ആ ഭാഗങ്ങൾ പഠിക്കുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾ കൂടാരത്തിന് ചുറ്റും പാളയം അടിക്കണമെന്നുള്ള കൽപ്പനകളും മർമ്മങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് 3 മർമ്മങ്ങൾ കാണുവാൻ കഴിയും. സമാഗമന കൂടാരത്തെപ്പറ്റി പഠിക്കുന്ന ഒരു വിശ്വാസി അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇസ്രായേൽ മക്കൾ പാളയമടിക്കുന്നത് എങ്ങനെ എന്നും ഏതൊക്കെ വിധത്തിൽ ഏതൊക്കെ വശങ്ങളിൽ ദിക്കുകളിൽ പാളയമടിക്കണമെന്നുള്ളതും അതിൽ കൂടി ദൈവം ആഗ്രഹിക്കുന്ന അർത്ഥങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ എഫേസ്യ ലേഖനത്തിൽ 3 പ്രധാനപ്പെട്ട മർമ്മങ്ങൾ അല്ലെങ്കിൽ മിസ്റ്ററി കാണുവാൻ കഴിയും. എഫേസ്യ ലേഖനം 1:9-10 ഒന്നാമത്തെ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെയാണ്: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാകണം. ആഴമായ സത്യങ്ങളടങ്ങിയ ഒരു വേദഭാഗമാണല്ലോ അത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാകുന്ന ഒരു കാലം ഉണ്ടാകും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ മർമ്മം എഫേസ്യ ലേഖനം 3:36 കാണുവാൻ കഴിയും. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. രണ്ടാമത്തെ മർമ്മം അല്ലെങ്കിൽ മിസ്റ്ററി അതാണ്. ജാതികൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളാകും. യഹൂദന്മാർക്ക് ഒരിക്കലും ആദിമകാലത്ത് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ദൈവം അത് പത്രോസിനും മറ്റും കൊടുത്ത ദർശനങ്ങളിൽ കൂടി വെളിപ്പെടുത്തി കൊടുത്തു. ഒരിക്കലും ജാതികൾ പോലും അങ്ങനെയൊരു കാര്യം ചിന്തിച്ചിരുന്നില്ല. പക്ഷേ സകല മനുഷ്യൻ്റെയും സൃഷ്ടിതാവായ ദൈവം ജാതികളെയും മറന്നില്ല, കൈവിട്ടില്ല. എഫേസ്യ ലേഖനം 5-30-33 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയൊരു മർമ്മം കാണുന്നു. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഈ മർമ്മം വലിയത്. എഫേസ്യ ലേഖനത്തിൽ 3 മർമ്മങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. അത് ഒന്ന് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി ചേരുമെന്നുള്ളതും,
2, ജാതികൾ ക്രിസ്തുവേശുവിൻ്റെ സുവിശേഷത്താൽ വിശ്വാസത്തിലേക്ക് വരുമെന്നും ക്രിസ്തുവിനോട് ചേരുമെന്നും. 3, മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടിട്ട് ഭാര്യയോടെ പറ്റിച്ചേരുമെന്നുള്ളത്. പക്ഷേ ഈ 3 മർമ്മങ്ങളുടെ ഭാഗത്ത് 3ാമത്തെ മർമ്മസ്ഥലത്താണ് ഇത് വലിയ മർമ്മം എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മർമ്മം വലിയത്. കഴിഞ്ഞ 2 മർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഈ മർമ്മം വലിയത് എന്ന് പറയാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഈ മർമ്മം വലിയത് എന്ന് പറയുന്നു? തെലുങ്ക് ബൈബിളിൽ ഗൊപ്പ മർമ്മമെന്നും ഹിന്ദി ബൈബിളിൽ ബെഡാഭേദെന്നും മലയാളം ബൈബിളിൽ വലിയ മർമ്മമെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. പുതിയ നിയമത്തിൽ പ്രധാനമായി പഠിക്കുമ്പോൾ 4 മർമ്മങ്ങളെക്കുറിച്ച് കാണാം. അതിൽ 3 മർമ്മങ്ങൾ എഫേസ്യ ലേഖനത്തിലും 4ാമത്തെ മർമ്മം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലുമാണ്. ആ 4ാമത്തെ മർമ്മം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: മർമ്മം മഹതിയാം ബാബിലോൺ. ഈ 4 മർമ്മങ്ങൾക്കും ആഴമായ അർത്ഥങ്ങളുണ്ട്. മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നു ഈ മർമ്മം വലിയത്. ഭാര്യ ഭർതൃബന്ധത്തെയും ക്രിസ്തുവിനെയും സഭയെയും കണക്റ്റ് ചെയ്തുകൊണ്ട് അതിനകത്തെ ആഴമായ സത്യങ്ങളും അതിനകത്ത് കിടക്കുന്ന ആഴമായ യോജിപ്പുകളും പഠിച്ചെങ്കിൽ മാത്രമേ ആ വലിയ മർമ്മത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരു ചെറുപ്പക്കാരൻ വിവാഹമോചനം നേടിയാൽ എന്തുകൊണ്ട് വീണ്ടും വിവാഹം കഴിച്ചുകൂടാ? ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കെ. ഏതാണ്ട് 7ഓളം ഭാഗത്ത് യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും കൂടി ചേർന്ന് പറയുമ്പോൾ ഒരിടത്ത് പോലും ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കെ വീണ്ടും ഒരു വിവാഹത്തെ അനുവദിക്കുന്നില്ല. ഈ ആഴമായ സത്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ഈ മർമ്മം വലിയത് എന്നുള്ള ഈ പ്രസ്താവനയുടെ ആഴത്തിലുള്ള മർമ്മങ്ങളെയും ആഴത്തിലുള്ള വചനത്തെയും നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഇസ്രയേൽ ജനം കൂടാരത്തിനു ചുറ്റും ഗണം ഗണമായി പാളയമിറങ്ങണം. ഈ മർമ്മങ്ങൾ എഫേസ്യ ലേഖനത്തിലെ 3 മർമ്മങ്ങളും ദൈവത്തിന് സ്തോത്രം ഈ കൂടാരത്തിലും ഈ പാളയമടിയിലും ഉൾപ്പെട്ടിരിക്കുന്നു. ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആഴമായി പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. പാളയം അടിക്കുന്ന സ്ഥലത്ത് കൊടിക്കീഴിൽ പാളയം അടിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മൾ കാണുന്നു. സംഖ്യാപുസ്തകം 2:2 ഗോത്രങ്ങൾ ഗണം ഗണമായി പാളയം അടിക്കണമെന്നും നമ്മൾ കാണുമ്പോൾ അവിടെ ഒരു മർമ്മം നമുക്ക് കാണാം. സകല ഗോത്രങ്ങളുടെയും മുഖം കൂടാരത്തിലേക്കായിരിക്കണം. അതുമാത്രമല്ല, ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ് കൂടാരത്തോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കേണ്ടത്. ലേവിയുടെ മക്കളാകുന്ന ഗർശോൻ, കേഹാത്ത്, മെരാരി ഇവർ 3 ഗണങ്ങളും കൂടാരത്തിൻ്റെ ഗർശോൻ പടിഞ്ഞാറും കേഹാത്യർ തെക്ക് ഭാഗത്തും മേരാരി കൂടാരത്തിൻ്റെ വടക്ക് ഭാഗത്തും പാളയം ഇറങ്ങണമെന്ന് സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 23, 26, 27, 32, 33, 37 ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. എന്നാൽ കൂടാരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് അഹരോനും മോശയും അവരുടെ ഗണങ്ങളും പാളയമിറങ്ങണം. സംഖ്യാപുസ്തകം 3:38 നമുക്ക് ആ ഭാഗം കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്താണ് സമാഗമന കൂടാരത്തോട് ചേർന്ന് ലേവി ഗോത്രക്കാർ പാളയമിറങ്ങുവാൻ ദൈവം കൽപ്പിക്കുന്നതിൻ്റെ അർത്ഥം? ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ വേലക്കാർ
അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ അവരുടെ ഡ്യൂട്ടിയാണ് കൂടാരത്തോട് ചേർന്ന് പാർക്കുകയും കൂടാരത്തിലെ ശുശ്രൂഷ അടിയനിതാ എന്ന് പറഞ്ഞ് ചെയ്യത്തക്കവണ്ണം വിളിക്കുമ്പോൾ കൈയെത്തും ദൂരത്ത് തന്നെ ചേർന്ന് നിൽക്കേണ്ട പൊരുളാകുന്ന അർത്ഥം അതിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതിനുശേഷം ഇസ്രായേൽ മക്കൾ ഗോത്രം ഗോത്രമായി പാളയമിറങ്ങണമെന്ന് പറയുന്നു. അവർ കൊടിയടയാളത്തിന് കീഴിൽ പാളയമിറങ്ങണം. എന്തിനാണ് ഈ കൊടിയും കൊടിയടയാളവും പറയുന്നത്? അത് മനസ്സിലാക്കുവാൻ ആ വിധത്തിലുള്ള ചാർട്ട് ഈ ഭാഗത്ത് ഞങ്ങൾ കാണിക്കുന്നു. പാളയമടിക്കേണ്ടത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. യഹൂദ ഗോത്രം അധിപഗോത്രമായി, കിഴക്ക് ഭാഗത്ത് ഇസ്സാഖാർ ഗോത്രവും സെബുലൂൻ ഗോത്രവും രണ്ട് ഭാഗത്തുമായി പാളയമിറങ്ങണമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അവരുടെ കൊടിയടയാളം വേണമെന്ന് പറയുന്നു എങ്കിലും കൊടിയടയാളം എന്താണെന്ന് അവിടെ പ്രതിപാദിക്കുന്നില്ല. രൂബേൻ ഗോത്രം അധിപഗോത്രമായി, ശിബിയോനും ഗാദും രണ്ട് ഭാഗങ്ങളിലായും തെക്ക് ഭാഗത്ത് പാളയമിറങ്ങണം. സംഖ്യാപുസ്തകം 2:10. എഫ്രൈം ഗോത്രത്തിൻ്റെ കൊടിക്കീഴിൽ മനേഷ്യയും ബെന്യാമിനും പടിഞ്ഞാറ് ഭാഗത്ത് പാളയമിറങ്ങണം. ദാൻ ഗോത്രത്തിൻ്റെ കൊടിക്കീഴിൽ അശേറും നഫ്താലിയും വടക്ക് ഭാഗത്ത് പാളയമിറങ്ങണം. കൊടിക്കീഴിൽ പാളയമിറങ്ങണമെന്ന് പറയുന്നു എങ്കിലും കൊടിയുടെ അടയാളം യഹോവയാം ദൈവം മോശയോട് പറയുന്നില്ല. എന്താണ് യഹോവയാം ദൈവം കൊടിയുടെ അടയാളം അവിടെ പറയാഞ്ഞത്? നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ജനമേ, യെശയ്യാവ് 34:16 നമ്മൾ ഇങ്ങനെ ചിന്തിച്ചല്ലോ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവേൻ. ഒരു വിശ്വാസിയുടെ കടമയാണ്, കർത്തവ്യമാണ് ദൈവവചനം അതിൻ്റേതായ അർത്ഥത്തിൽ പഠിക്കുക എന്നുള്ളത്. നാം ആഗ്രഹിക്കുന്ന വിധത്തിലൊക്കെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് തന്നിരുന്നെങ്കിൽ, ഡെഫിനിഷൻസ് തന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ പുസ്തകം നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ വീടുകൾക്കുള്ളിൽ പോലും ഒതുങ്ങത്തില്ലായിരുന്നു. അതുകൊണ്ട് വേണ്ടതായ വിധത്തിൽ എഡിറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവ് നമ്മെ ഏൽപ്പിച്ച പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. എന്തുകൊണ്ടാണ് ദൈവം കൊടിയടയാളം ഇവിടെ പറയാഞ്ഞത്? സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ നാം വായിച്ചത്, വാസ്തവമായ സ്വർഗത്തിൻ്റെ പ്രതിബിംബമായിരുന്നു ഈ കൂടാരം. വാസ്തവമായതിൻ്റെ പ്രതിബിംബമായിരുന്നു ഈ കൂടാരം എന്ന് പറയുമ്പോൾ, വാസ്തവമായതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാത്ത ചിലതിൻ്റെ അർത്ഥങ്ങൾ അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വാസ്തവമായ സ്വർഗത്തിൻ്റെ ദർശനം കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം 2 മുതൽ 11 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. 1, ഒരു സിംഹാസനം. 2, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സൂര്യകാന്തം, പത്മരാഗം പോലെയുള്ള പ്രകാശം ആ സിംഹാസനത്തിന് ചുറ്റും മിന്നിത്തിളങ്ങുന്നു. സിംഹാസനത്തിന് ചുറ്റിലും മരതകവില്ല്. 24 സിംഹാസനങ്ങൾ. ആ 24 സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ ഇരിക്കുന്നു. ഈ സിംഹാസനത്തിന് മുൻപിൽ കണ്ണാടി കടൽ. അതിനുശേഷം ദൈവത്തിന് സ്തോത്രം, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവിടെ 4 ജീവികളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 4 ജീവികൾ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കാം. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന
കഴുകിന് സദൃശ്യം. 4 ജീവികളെക്കുറിച്ച് അവിടെ നമ്മൾ വായിച്ചു. ആ 4 ജീവികൾക്കും മുൻപിലും പിൻപിലും ചുറ്റിലും അകത്തും പുറത്തും ഒക്കെയും കണ്ണുകൾ ഉണ്ടായിരുന്നു. യോഹന്നാൻ കണ്ട ഈ ദർശനത്തെ വെളിപ്പാട് പുസ്തകം 1:14 ദാനിയേൽ പ്രവചനത്തിലും മറ്റും ദാനിയേൽ കണ്ട ദർശനവുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴും എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ എസെക്കിയേൽ കണ്ട ദർശനങ്ങൾ കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഈ വാസ്തവമായ സ്വർഗത്തിൻ്റെ വലിയതായ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 4 ജീവികളെക്കുറിച്ച് പറയുമ്പോൾ 1-ാം ജീവിയുടെ മുഖം സിംഹത്തിൻ്റെ മുഖവും 2-ാം ജീവിയുടെ മുഖം കാളയുടെ മുഖവും 3-ാം ജീവിയുടെ മുഖം മനുഷ്യൻ്റെ മുഖവും 4-ാം ജീവിയുടെ മുഖം കഴുകൻ്റെ മുഖവുമാണ്. ദൈവ സിംഹാസനത്തിൽ, വാസ്തവമായ സ്വർഗ സിംഹാസനത്തിൻ്റെ മുൻപിൽ ഈ 4 ജീവികൾ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുമ്പോൾ അവയുടെ മുഖങ്ങൾ അവിടെ വ്യക്തമാണ്. സിംഹമുഖം, കാളമുഖം, മനുഷ്യമുഖം, കഴുകമുഖം. എസെക്കിയേൽ പ്രവചനത്തിൽ 1:10 നമ്മൾ കാണുമ്പോൾ അവിടെയും ഈ ജീവികൾക്ക് 4 മുഖങ്ങളുള്ളതായി കാണാം. സിംഹമുഖം, കാളമുഖം, മനുഷ്യമുഖം, കഴുകമുഖം. പ്രൈസ് ദി ലോർഡ്. എസെക്കിയേൽ കണ്ട ദർശനവും യഹോവയുടെ മഹത്വത്തിൻ്റെ ദർശനമായിരുന്നു എന്ന് എസെക്കിയേൽ പ്രവചനം 1:28 പറയുന്നു. വാസ്തവമായ സിംഹാസനത്തിന് ചുറ്റും ജീവികളും അവയ്ക്ക് 4 മുഖങ്ങളും ഉള്ളപ്പോൾ പ്രതിബിംബമായ കൂടാരത്തിന് ചുറ്റും പാളയമിറങ്ങുന്നവരുടെ കൊടിയടയാളവും ഈ മുഖങ്ങൾ തന്നെ ആകണം. അത് വാസ്തവമായതിൽ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുള്ളത് കൊണ്ട് പഠിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസി ഗണം അതിൻ്റെ നിഴലും പൊരുളും ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഈ കൊടിയടയാളത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുകയുള്ളൂ. യേശുവിനും ഈ 4 ഭാവങ്ങളും അവസ്ഥകളും ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം യേശുവിൻ്റെ സിംഹമുഖത്തെയും അല്ലെങ്കിൽ രാജത്വത്തെ, സിംഹം കാട്ടിലെ മൃഗങ്ങളുടെ രാജാവാണല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം കാളമുഖത്തെയും അല്ലെങ്കിൽ യേശുവിൻ്റെ ദാസ്യത്വത്തെയും, ലൂക്കോസിൻ്റെ സുവിശേഷം മനുഷ്യമുഖത്തെയും അല്ലെങ്കിൽ യേശുവിൻ്റെ മനുഷ്യത്വത്തെയും, യോഹന്നാൻ്റെ സുവിശേഷം യേശുവിൻ്റെ കഴുകുമുഖത്തെയും അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവത്വത്തെയും പ്രകടമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിൽ ഏത് ഓർഡറിൽ ഈ മുഖങ്ങൾ വന്നുവോ അതേ ഓർഡറിൽ തന്നെയാണ് സുവിശേഷങ്ങളുടെയും ക്രമം വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കരുത്. മത്തായിയുടെ സുവിശേഷം യേശുവിൻ്റെ രാജത്വത്തെ കാണിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദാസ്യത്വത്തെ കാണിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദൈവത്വത്തെ കാണിക്കുന്നു. 4 സുവിശേഷങ്ങളിൽ ക്രിസ്തുവിന് 4 ഭാവങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണ് ഈ ഭാവങ്ങളുടെ അർത്ഥങ്ങൾ ഈ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഞാൻ ഓർപ്പിച്ചതുപോലെ വെറും 25-26 മിനിറ്റുകളുള്ള ഒരു എപ്പിസോഡിൽ കൂടി ഇങ്ങനെയുള്ള ഒരു ചെറിയ ഭാഗത്തിൻ്റെ അർത്ഥം പോലും വരച്ച് കാണിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് സത്യമാണല്ലോ. അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പറയുന്നുണ്ട്. പക്ഷേ ആ വംശാവലി തുടങ്ങുന്നത് അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് പറയുന്നത്. എന്താണ് അബ്രഹാമിൽ നിന്നും ആ വംശാവലി തുടങ്ങിയത്? ആദം മുതൽ എന്തുകൊണ്ട് പറയുന്നില്ല?
അതിന് മർമ്മമുണ്ട്, അർത്ഥമുണ്ട്. അബ്രഹാം രാജാക്കന്മാരെ ജയിച്ചു വന്ന രാജാവെന്ന് മൽക്കീസദേക്ക് സാക്ഷ്യമെഴുതിയ ആളാണ്. രാജാക്കന്മാരെ ജയിച്ചു വന്ന ആ കാലത്തെ ശ്രേഷ്ഠനായ രാജാവ്. ചരിത്രം അത്രത്തോളം ഉള്ളിലേക്ക് കടന്നു ചെന്ന് പഠിക്കാത്തത് കൊണ്ട് അബ്രഹാം രാജാവിൻ്റെ മഹിമ പലപ്പോഴും നാം അറിയേണ്ടവണ്ണം അറിഞ്ഞിട്ടില്ല. എന്നാൽ അടുത്ത രാജാവിൻ്റെ പദം ഇവിടെ പറയുന്നത്, പേര് പറയുന്നത് ലോകം മുഴുവൻ ഇന്നും അറിയുന്ന ഡേവിഡ് രാജാവ് അല്ലെങ്കിൽ ദാവീദ് രാജാവിനെ കുറിച്ചാണ്. അബ്രഹാമിൻ്റെ പേര് പറഞ്ഞിട്ട് ദാവീദ് രാജാവിൻ്റെയും പേര് പറഞ്ഞിട്ട് മൂന്നാമത് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ യേശു രാജാക്കന്മാരുടെ രാജാവായിരുന്നു. ആ യേശുവിൻ്റെ രാജ്യത്വത്തെ വെളിപ്പെടുത്തുന്ന ഭാവങ്ങളും അതിൻ്റെ സുവിശേഷവുമാണ് മത്തായിയുടെ സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വംശാവലി പറയുന്നില്ല. എന്താണ് കാരണം? കാരണം ദാസൻ്റെ വംശാവലി ആരും തിരക്കാറുമില്ല, ചോദിക്കാറുമില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വംശാവലി വ്യക്തമായും പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അത് അവസാനിപ്പിക്കുന്നത് ആദാം ദൈവത്തിൻ്റെ മകൻ. ലൂക്കോസ് 3:38 അത് നമ്മൾ കാണുന്നു. ആദാം ദൈവത്തിൻ്റെ മകനെന്ന് പറയുവാൻ എന്താണ് കാര്യം? പ്രൈസ് ദ ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ മനുഷ്യത്വത്തെ പ്രകടമാക്കുമ്പോൾ അവിടെ വ്യക്തമാക്കുന്നു, ദൈവത്തിന് സ്തോത്രം, യേശു മനുഷ്യജന്മമെടുത്തവനാണ്, ആദാമിൻ്റെ വംശ പരമ്പരയിൽപ്പെട്ടവനാണ്. പക്ഷേ ആ പ്രസ്താവനയിൽ ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന് ദൈവവുമായിട്ട് മനുഷ്യനെ കൊണ്ട് കണക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണമേ. പ്രൈസ് ദി ലോർഡ്. അതിനകത്താഴമായ അർത്ഥങ്ങളടങ്ങിയിരിക്കുന്നു. ഈ എപ്പിസോഡിൽ അധികം സമയം ഇനിയുമില്ലാത്തതുകൊണ്ട് ആഴമായ ആ മർമ്മങ്ങളെയും ആ അർത്ഥങ്ങളെയും വെളിപ്പെടുത്തുവാൻ അടുത്ത എപ്പിസോഡിലേക്ക് ഞങ്ങൾ കടന്നു പോകട്ടെ. ലൂക്കോസ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വംശാവലിയെക്കുറിച്ച് പറയുന്നില്ല. എന്താണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വംശാവലി ഇല്ലാത്തത്? 2 സുവിശേഷങ്ങളിൽ വംശാവലി പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലും വംശാവലി പറഞ്ഞുകൂടായിരുന്നു? ഈ സുവിശേഷങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഇതൊക്കെ ശരിയാണോ? ഇവരൊക്കെ എന്തുകൊണ്ട് ചിലതെഴുതിയില്ല, ചിലതെഴുതി? ദൈവത്തിൻ്റെ ജനമേ, ഈ ക്ലാസ് കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ദൈവം വളരെ സൂക്ഷിച്ച് പരിശുദ്ധാത്മാവ് എഴുതിച്ചിരിക്കുന്ന ജീവൻ്റെ തുടിപ്പുള്ള വചനത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും പറ്റത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്തുകൊണ്ട് വംശാവലി പറയുന്നില്ല? കാരണം ദൈവത്തിന് വംശാവലി ഇല്ലല്ലോ. പലരും ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തെ ആര് സൃഷ്ടിച്ചു? ചിലരിൽ നിന്നൊക്കെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ദൈവത്തിന് വംശാവലി ചോദിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനായിരിക്കും, ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവനായിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ രാജ്യത്വത്തെ വെളിപ്പെടുത്തുന്നു. മർക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദാസ്യത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 1 മുതൽ ആദ്യത്തെ ഏതാനും വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവൻ ലോകത്തിലേക്ക് വന്നു, ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തി ആരായിരുന്നു? സാക്ഷാൽ ദൈവം. പ്രൈസ് ദി ലോർഡ്.
ആ ദൈവം മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ യേശുവിനെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണമേ, ഈ യേശുവിന് 4 മുഖങ്ങളുണ്ട്, 4 ഭാവങ്ങളുണ്ട്. ആ 4 ഭാഗങ്ങൾ പ്രകടമാക്കുന്ന പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. ഗോത്രങ്ങൾ ഗണഗണമായി സമാഗമന കൂടാരത്തിന് ചുറ്റും അധിപഗോത്രത്തിൻ്റെ കൊടിക്കീഴിൽ പാളയമിറങ്ങുമ്പോൾ അവിടെ കൊടിയടയാളം പറയുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വാസ്തവമായ സിംഹാസനത്തിൻ്റെ ചുറ്റും ജീവികളും ആ അകമ്പടി ജീവികൾക്ക് മുഖങ്ങളുള്ളപ്പോൾ ആ മുഖങ്ങൾ തന്നെയാകും ഈ അധിപഗോത്രങ്ങളുടെയും കൊടിയടയാളം എന്നുള്ളത് വ്യക്തം, സത്യം. കാരണം ഈ കൊടിയടയാളങ്ങൾക്ക് ആഴമായ അർത്ഥങ്ങളുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈ ഗോത്രങ്ങളുടെ പാളയമടിയെക്കുറിച്ചുള്ള ആഴമായ ചില അർത്ഥങ്ങൾ കൂടി വിവരിക്കുവാൻ താല്പര്യപ്പെടുന്നു. എന്തുകൊണ്ട് ഈ ഗോത്രങ്ങൾ ഈ സമാഗമന കൂടാരത്തിന് ചുറ്റും പാളയമിറങ്ങണം? ചുറ്റും പാളയമിറങ്ങുമ്പോൾ ഈ ഗോത്രങ്ങളുടെ എല്ലാം മുഖം കൂടാരത്തിലേക്കായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, എന്തുകൊണ്ട് പലരും കിഴക്കിന് പ്രാധാന്യം കൊടുക്കുന്നു? ലേവി ഗോത്രം കൂടാരത്തിന് അടുത്ത് പാളയമിറങ്ങുമ്പോൾ യഹൂദാ ഗോത്രത്തിൻ്റെ കൊടിക്കീഴിലും രൂബേൻ ഗോത്രത്തിൻ്റെ കൊടിക്കീഴിലും എഫ്രൈമിൻ്റെയും ദാനിൻ്റെയും കൊടിക്കീഴിൽ ഈ സമാഗമന കൂടാരത്തിന് ചുറ്റും പാളയമിറങ്ങുന്നവർ ഈ കൂടാരത്തിലേക്ക് നോക്കി പറയുമായിരുന്നു, ഞങ്ങൾ യഹോവയുടെ മക്കൾ, ഞങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ, ഗണങ്ങൾ, ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ ദൈവം വസിക്കുന്നു. എങ്ങനെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് യേശു പ്രഖ്യാപിച്ചുവോ, അതേ അർത്ഥത്തിൽ തന്നെയായിരുന്നു ഗോത്രങ്ങളെ പാളയമടിക്കുവാൻ ദൈവം അനുവദിച്ചത്. ഈ ഗോത്രങ്ങൾക്ക് കൊടികളുണ്ട്. ആ കൊടികൾക്കും കൊടി അടയാളങ്ങൾക്കും വാസ്തവമായ സ്വർഗസിംഹാസനത്തിലെ ജീവികളുടെ മുഖത്തിൻ്റെ അർത്ഥമുണ്ട്. ആ മുഖങ്ങളുടെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ ഭാവത്തിലും സ്വഭാവത്തിലുമുണ്ട്. ആ സ്വഭാവങ്ങൾ 4 സുവിശേഷങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഈ പാളയം അടിക്കുന്ന വിധത്തെക്കുറിച്ചും അതിനകത്തെ ആഴമായ ചില സത്യങ്ങളും അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കായി